പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ ഈസി ആയിട്ടൊരു ചോറാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. വയ്യാത്ത ദിവസങ്ങളിൽ, മടി പിടിച്ച ദിവസങ്ങളിൽ, സമയമില്ലാത്ത ദിവസങ്ങളിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ചോറാണ്. അപ്പോൾ ഒരു കടായി വെച്ചിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. സ്പൈസസ് ഇഷ്ടമുള്ളതെല്ലാം ഇട്ട് കൊടുക്കുക. കുറച്ച് ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ സവാള, കരിയാപ്പല എല്ലാം ഇട്ട് തക്കാളിയും കൂടി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ അതും കൂടി ഒന്ന് വഴണ്ട് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കണം. ഉപ്പിട്ട് ശകലം ഒന്ന് വഴറ്റണം. കൂടുതലങ്ങ് വഴണ്ട് പോകണ്ട, ശകലം ഒന്ന് വാടിയാൽ മതി. അത് കഴിഞ്ഞിട്ട് പൊടികളായ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, മല്ലിപ്പൊടി ഇട്ട് കൊടുത്ത്, മുളക് പൊടി ഇട്ട് കൊടുത്ത്, ഗരം മസാല ഇട്ട് കൊടുത്ത്, ശകലിച്ചേ എല്ലാം ഇട്ട് കൊടുത്തുള്ളൂ. നമ്മുടെ കളറിനനുസരിച്ച് എരിവിനനുസരിച്ചൊക്കെ ഇട്ട് കൊടുക്കാം. അത് പിന്നെ ഞാനിവിടെ ചോറ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ചെറിയ ജീര റൈസാണ്, നമ്മൾ പറ്റിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഉപ്പ് ഇട്ടിട്ട് പറ്റിച്ച വെള്ളം അതിൻ്റെ ആവശ്യത്തിന് എടുത്തിട്ട് പറ്റിച്ചെടുത്ത് വെച്ചാണ്. അത് 15 മിനിറ്റ് കൊണ്ട് നമുക്ക് വെന്ത് കിട്ടും. പെട്ടെന്ന് വേവും ഈ റൈസ്. പിന്നെ നമ്മൾ അതിലേക്ക് കുറച്ച് നെയ്യും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ആ മസാലയ്ക്കകത്തിട്ട് ചോറും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇത്രയേ ഉള്ളൂ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നല്ല ഒരു ലുക്കൊക്കെ വരും. നല്ല ഒന്നൊന്നേ തൊടാതെ നമുക്ക് കിട്ടും. അപ്പോൾ ഇതിന് നമുക്ക് പ്രത്യേകിച്ച് കറികളൊന്നും ആവശ്യമില്ല. അപ്പോൾ നമുക്ക് സമയമില്ലാത്ത ദിവസങ്ങളിൽ പെട്ടെന്ന് ആ അരി നമുക്ക് പെട്ടെന്ന് വേവുന്ന അരി ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഫുഡ് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പം ഞാൻ ചോറ് വിളമ്പി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് അച്ചാറും കൂട്ടി തിന്നാനും നല്ലതാണ്. പിന്നെ കുറച്ച് കാക്കടിയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് ഈസി ആയിട്ട് എളുപ്പം ഉള്ള ഒരു ലഞ്ചോ ഡിന്നറോ ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ ടിഫിനകത്തൊക്കെ കൊടുത്തു വിടാനും സ്കൂളുകളിൽ കൊടുത്തു വിടാനും ഒക്കെ നല്ലതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.